ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അപ്കമിങ് SSC എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 3 ഓഫ് ദി വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് 2 പാർട്ട് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ MTS എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ക്വസ്റ്റ്യൻസും റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ എനിവേസ് നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So the first question is, the festival of Pushkaralu is primarily celebrated in which state? ഏത് സ്റ്റേറ്റിലാണ് പുഷ്കർലു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലാണ് പുഷ്കർലു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിവർ ഫെസ്റ്റിവൽ. എന്താണ്? ഒരു റിവർ ഫെസ്റ്റിവൽ ആണ്. അത് 12 റിവേഴ്സ്, ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു 12 മേജർ റിവേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് വൺസ് ഇൻ എ 12 ഇയേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 12 ഇയേഴ്സിൽ ഒരിക്കലാണ്. ഇതുപോലെ തന്നെ നമ്മൾ 12 ഇയേഴ്സിൽ പഠിച്ച വേറൊരു എന്താ പറയുക ഒരു സെലിബ്രേഷൻ കൂടിയുണ്ട്. അത് ഏതായിരുന്നു നമ്മൾ 12 ഇയേഴ്സിന് പഠിച്ചത്? ഇറ്റ്സ് മഹാകുംഭ്. ഏതാണ്? കുംഭമേള എന്നറിയപ്പെടുന്ന മഹാകുംഭ്. സോ ഇതൊരു 12 റിവേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിവേഴ്സ് ഏതൊക്കെയാണ്? ഗോദാവരി ആൻഡ് കൃഷ്ണ. ഓക്കെ, ഗോദാവരി റിവറും കൃഷ്ണ റിവറുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിവേഴ്സ് എന്ന് പറയുന്നത്. സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫ് ആന്ധ്രാപ്രദേശ്? ഓക്കെ, ഈ ആന്ധ്രയുടെ തന്നെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ഉഗാഡിയാണ്. ഓക്കെ, ഉഗാഡിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ആന്ധ്രാപ്രദേശിൻ്റെ മാത്രമല്ല കർണാടകയുടെയും തെലങ്കാനയുടെയും ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ഉഗാഡിയാണ്. ഓക്കെ, ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫ് ആന്ധ്രാപ്രദേശ്, കർണാടക ആൻഡ് തെലങ്കാന ഉഗാഡിയാണ്. ആൻഡ് ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ഏത് മന്താണ്? ചൈത്ര മന്ത്. ഹിന്ദു കലണ്ടർ പ്രകാരം ചൈത്ര മന്തിന്റെ ബിഗിനിങ് ആണ് ഏത് ഫെസ്റ്റിവൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത്? ഉഗാഡി ഫെസ്റ്റിവൽ. ഏത് ഫെസ്റ്റിവൽ? ഉഗാഡി ഫെസ്റ്റിവൽ ഓഫ് ആന്ധ്രാപ്രദേശ്, കർണാടക ആൻഡ് തെലങ്കാന. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ന്യൂ ഇയർ ഫെസ്റ്റിവൽസ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? കേരളത്തിന്റെ ഏതാണ്? വിഷു ആണ്. നമുക്കറിയാം കേരളത്തിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? വിഷു ആണ്. ആൻഡ് തമിഴ്നാടുവിന്റെ പുതുആണ്ട്. ഓക്കെ, തമിഴ്നാടുവിന്റെയാണ് പുതുആണ്ട്. ദെൻ ഉഗാഡി വരുന്നുണ്ട്. നമുക്ക് 3 സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആൻഡ് കർണാടകയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽസ് ആണ് ഉഗാഡി എന്ന് പറയുന്നത്. ദെൻ പഞ്ചാബിന്റെ നോക്കിയേ, പഞ്ചാബിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? ബൈസാഖി. ബൈസാഖി എവിടത്തെയാണ്? ബൈസാഖി എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. ബൈസാഖി പഞ്ചാബ്. ഓക്കെ, ബൈസാഖി പഞ്ചാബിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ നോക്കിയേ, പൊഹേല ബൈസാഖ്. പൊഹേല ബൈസാഖ് എവിടുത്തെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്? വെസ്റ്റ് ബംഗാൾ. ഏത് സ്റ്റേറ്റിൻ്റെയാണ്? വെസ്റ്റ് ബംഗാളിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് പൊഹേല ബൈസാഖ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇസോ യൂട്ടിലിറ്റി കർവ് ഇസ് അനദർ നെയിം ഓഫ് വിച്ച് കർവ്? ഏത് കർവിൻ്റെ മറ്റൊരു പേരാണ് ഇസോ? ഏതാണ് ഇസോ യൂട്ടിലിറ്റി കർവ്? ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് ആണ് എന്തെന്ന് പറയുന്നത്? ഇസോ യൂട്ടിലിറ്റി കർവ് ആൻഡ് ഇൻഡിഫറൻസ് കർവ് ആർ സെയിം. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 ഗൂഡ്സ് ഗിവിംഗ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദി കസ്റ്റമർ. 2 ഗൂഡ്സ് ദാറ്റ് ഗിവ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദി കസ്റ്റമർ. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ കമ്മോഡിറ്റി എക്സും അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ കമ്മോഡിറ്റി വൈയും എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് രണ്ടുമാണ് ദ കോമ്പിനേഷൻസ്. 2 കോമ്പിനേഷൻസ് എയും ബിയും ആണ്. ഈ 2 കോമ്പിനേഷൻസിലും കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിൽ നമ്മൾ 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ ഇവിടെ വരുന്ന എത്രയായിരിക്കും? വൈ ആക്സിസിൻ്റെ 4ഉം അതുപോലെ തന്നെ ഇപ്പം നമുക്കിവിടെ ഒരു 5 ആണെന്ന് വെച്ചു. അപ്പം എക്സ് ആക്സിസിൻ്റെ 5ഉം ഈ 4 5 എന്ന് പറയുന്ന കോമ്പിനേഷനും അതുപോലെ ഇതിൻ്റെ നമുക്ക് എത്ര ആയിട്ട് വരും? ഒരു 2 7. ഓക്കെ, 2 7 എന്ന് പറയുന്ന ഈ 2 കോമ്പിനേഷൻസും കൺസ്യൂമറിന് കൊടുക്കുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഈ 2 കോമ്പിനേഷനും കൺസ്യൂമറിന് കൊടുക്കുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ്. എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പോൾ 2 കോമ്പിനേഷൻ ഓഫ് ഗൂഡ്സ് വിച്ച് ഗീവ്സ് ദ കൺസ്യൂമർ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് ഇൻഡിഫറൻസ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഫിലിപ്സ് കർവ് ഈസ് റിലേറ്റഡ് ടു വിച്ച് കൺസെപ്റ്റ്? എന്താണ് ഫിലിപ്സ് കർവിൽ? ഫിലിപ്സ് കർവിൽ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതായത് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഈ റിലേഷൻഷിപ്പാണ് എന്ത്? ഫിലിപ്സ് കർവിൽ കാണിക്കുന്നത്. ആൻഡ് ഫിലിപ്സ് കർവ് ഈസ് ഗിവൺ ബൈ A.W. ഫിലിപ്സ്. ഓക്കെ, A.W. ഫിലിപ്സ് ഇൻ 1858. ഏത് ഇയറിലാണ്? 1858 A.W. ഫിലിപ്സ് ആണ് ഫിലിപ്സ് കർവ് തരുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്താണ്?
അൺഎംപ്ലോയ്മെന്റ് കുറയുന്നു. ഡ്യൂറിങ് സ്റ്റാഗ്ഫ്ലേഷൻ്റെ ടൈം എപ്പോഴാണ് ഈ ഫിലിപ്സ് കർവ് ഫെയിൽ ആവുന്നത്? എപ്പോഴാണ്? സ്റ്റാഗ്ഫ്ലേഷൻ വരുമ്പോൾ. ഓക്കെ, സ്റ്റാഗ്ഫ്ലേഷൻ്റെ ടൈമിൽ ഫിലിപ്സ് കർവ് ഫെയിൽ ആവും. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും, എന്നാൽ അൺഎംപ്ലോയ്മെന്റും കൂടുതലായിരിക്കും. ഓക്കെ, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ഓൾസോ ഹൈ അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ലോ ഗ്രോത്തും ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനിലാണ് ഫിലിപ്സ് കർവ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ മീൻസ് ഇൻഫ്ലേഷനും കൂടും, അപ്പോൾ തന്നെ എന്താ, അൺഎംപ്ലോയ്മെന്റും കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ ആണ് സ്റ്റാഗ്ഫ്ലേഷൻ, ഒരു എക്സാമ്പിൾ. ആൻഡ് ഫിലിപ്സ് കർവിന്റെ കൺസെപ്റ്റ് ഫെയിൽ ആയ ഒരു എക്സാമ്പിൾ ആണ് ഇത് 1970s ഓയിൽ ക്രൈസിസ്. ഏതാണ്? 1970s ഓയിൽ ക്രൈസിസ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡസ് ബിംസ്റ്റെക് സ്റ്റാൻഡ്സ് ഫോർ? വാട്ട് ഡസ് ബിംസ്റ്റെക് സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് ബിംസ്റ്റെക്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറിയൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. എന്താണ് ബിംസ്റ്റെക്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറിയൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ആണ് ബിംസ്റ്റെക്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1997. ഏത് ഇയറിലാണ്? 1997 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എവിടെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? ധാക്ക, ബംഗ്ലാദേശ്. എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ബിംസ്റ്റെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1997. അതിൻ്റെ 7 മെമ്പർ കൺട്രീസ് ഏതൊക്കെയാന്ന് നോക്കാം. ബിംസ്റ്റെക്കിന്റെ 7 മെമ്പർ കൺട്രീസ് ആരൊക്കെയാണ്? ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 7 മെമ്പർ കൺട്രീസ് ആണ് ഏതിലുള്ളത്? ബിംസ്റ്റെക്കിൽ വരുന്നത്. ആൻഡ് ബിംസ്റ്റെക്കിന്റെ ഫസ്റ്റ് യൂത്ത് സമ്മിറ്റ്. ഓക്കെ, ബിംസ്റ്റെക്കിന്റെ ഫസ്റ്റ് യൂത്ത് സമ്മിറ്റ് നടന്നത് എവിടെയാണ്? ഫസ്റ്റ് യൂത്ത് സമ്മിറ്റ് നടന്നത് ഇയർ എന്ന് പറയുന്നത് 2025. ഓക്കെ, ഫസ്റ്റ് യൂത്ത് സമ്മിറ്റ് ഓഫ് ബിംസ്റ്റെക് നടന്നത് 2025 ഫെബ്രുവരി 7 to 11. ഓക്കെ, ഏതൊക്കെ ഡേയ്സിലാണ്? ഫെബ്രുവരി 7 to 11 എന്ത് നടന്നത്? ബിംസ്റ്റെക്കിന്റെ ഫസ്റ്റ് യൂത്ത് സമ്മിറ്റ് നടക്കുന്നത്. അത് എവിടെയാണ് നടന്നത്? ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് ഗാന്ധിനഗർ. എവിടെയാണ്? ഗാന്ധിനഗർ ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ഓഫ് ഗുജറാത്തിലാണ് എന്ത് നടന്നത്? ഫസ്റ്റ് യൂത്ത് സമ്മിറ്റ് ഓഫ് ബിംസ്റ്റെക് നടക്കുന്നത് ഗാന്ധിനഗറിലെ ഗുജറാത്തിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ ഈസ് ഖാസിറംഗ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? എവിടെയാണ് ഖാസിറംഗ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആസാമിലാണ്. ഓക്കെ, ഖാസിറംഗ നാഷണൽ പാർക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആസാമിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ വൺ ഹോൺഡ് റൈനോസറസ്. ഖാസിറംഗ നാഷണൽ പാർക്ക് എന്തിനാണ് ഫേമസ്? വൺ ഹോൺഡ് റൈനോസറസ് ആണ്. ആൻഡ് ഖാസിറംഗ നാഷണൽ പാർക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ആസാം. എവിടെയാണ്? ലൊക്കേറ്റഡ് ഇൻ ആസാം ആണ്. ആൻഡ് ആസാം ഈസ് ഓൾസോ നോൺ എസ് ദ ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ. അത് നമുക്ക് ഓർത്ത് വെക്കാം. എന്താ ആസാമിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ആസാം ഒരു ടീ ഷേപ്പിലാണ്, റൈറ്റ്? സോറി, ഓക്കെ, ഒരു ടീ ഷേപ്പിലാണ് എന്താ ആസാമിന്റെ ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആസാം ഈസ് ഓൾസോ നോൺ എസ് ദ ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ. എന്താണ് ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ആസാമാണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു എസ്റ്റാബ്ലിഷ്ഡ് നിർമ്മൽ ഹൃദയ്? നിർമ്മൽ ഹൃദയ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിറ്റ്യൂട്ട്സിനും അതുപോലെ ഡെസ്റ്റിറ്റ്യൂട്ട്, അതായത് വേറൊരു ഗതിയില്ലാത്ത അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ഹോമാണ് ഇത്. നിർമ്മൽ ഹൃദയ് എന്ന് പറയുന്നത് ഒരു ഹോമാണ്. ഓക്കെ, ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? മദർ തെരേസ. ഓക്കെ, മദർ തെരേസയാണ് നിർമ്മൽ ഹൃദയ് ആരാണ്? മദർ തെരേസയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1952. ഏത് ഇയറിലാണ്? 1952 കൊൽക്കത്തയിലാണ്. ഓക്കെ, കൊൽക്കത്തയിലാണ് 1952 കൊൽക്കത്തയിലെ കലിഘട്ട്. എവിടെയാണ്? കൊൽക്കത്തയിലെ ഖലീഘട്ടിലാണ് നിർമ്മൽ ഹൃദയ് എന്ന് പറയുന്ന ഒരു ഹോം മദർ തെരേസ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മദർ തെരേസ ഫൗണ്ട് ദ മിഷണറീസ് ഓഫ് ചാരിറ്റി. ഏത് ഇയറിലാണ്? 1950 മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് ഇയറിലാണ്? 1950. ഓക്കെ, 1950 മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നിർമ്മൽ ഹൃദയ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1952. ഓക്കെ, 1952. ആൻഡ് മദർ തെരേസ റിസീവ്ഡ് നൊബേൽ പ്രൈസ് ഇൻ വിച്ച് ഇയർ? 1979. ഓക്കെ, അത് നോക്കി വെച്ചേക്കാം. 1979. ഏത് ഇയറിലാണ്? 1979 മദർ തെരേസയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൽബർട്ട് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് ഇയറിലാണ് ഇൽബർട്ട് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് ഇയറിലാണ്? 1883. ഏത് ഇയറിലാണ്? 1883 ഇൽബർട്ട് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ബൈ സർ കോട്ട്നെ ഇൽബർട്ട്. ആരാണ്? കോട്ട്നെ ഇൽബർട്ട് ആണ് ഏത് ഇൽബർട്ട് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ
1883. ഏത് ഇയറാണ്? 1883 ഓക്കെ. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് റിപ്പൺ. ഓക്കെ. ഗിൽബർട്ട് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് റിപ്പൺ ആയിരുന്നു. ഏത് ഇയറിലാണ്? 1883. ഓക്കെ. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഫോട്ടോട്രോപ്പിസം? എന്താണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് ഇസ് ദ ഗ്രോത്ത് മൂവ്മെന്റ് ഓഫ് എ പ്ലാന്റ് ഇൻ റെസ്പോൺസ് ടു ലൈറ്റ്. ഓക്കെ. ഈ ലൈറ്റിന്റെ റെസ്പോൺസ് അനുസരിച്ച്, സൺലൈറ്റിന്റെ റെസ്പോൺസിനനുസരിച്ച് പ്ലാന്റിന്റെ ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ഉണ്ട്. ഇപ്പം പ്ലാന്റ്സ് സൺലൈറ്റിന് ടുവേർഡ്സ് സൺലൈറ്റ് ആണ് പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. എന്നാൽ പ്ലാന്റ്സ് എവേ ഫ്രം ദ സൺലൈറ്റ് ആണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. അപ്പോൾ ഷൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിന്റെ മുകളിലോട്ടുള്ള നമ്മുടെ സ്റ്റെമ്മും ലീവ്സും ഒക്കെയാണ് ഷൂട്ട്സ് എന്ന് പറയുന്നത്. ഷൂട്ട്സ് എന്താണ് കാണിക്കുന്നത്? ഒരു പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. ഓക്കെ. പ്ലാന്റിന്റെ പുറമേ ഉള്ള ഭാഗം അത് എന്താണ് കാണിക്കുന്നത്? പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. അത് ഇറ്റ് ഗ്രോസ് ടുവേർഡ്സ് ലൈറ്റ്. എന്നാൽ റൂട്ട്സ് എന്താണ് കാണിക്കുന്നത്? റൂട്ട്സിന് എവേ ഫ്രം ദ ലൈറ്റ് ആണ്, റൈറ്റ്? റൂട്ട്സ് ഗ്രോസ് എവേ ഫ്രം ദ റൈറ്റ് ആൻഡ് ദേ ആർ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. അതിനെയാണ് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗ്രോത്ത് നടക്കുന്നത് ഏത് പ്ലാന്റ് ഹോർമോണിന്റെ കാരണമാണ്? ഓക്സിൻ, റൈറ്റ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഓക്സിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലാന്റ്സിന്റെ ഗ്രോത്തിനും സെൽ എലോങ്ങേഷനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോട്രോപ്പിസം ഏത് പ്ലാന്റ് ഹോർമോൺ കാരണമാണ്? ഓക്സിൻ. ഏത് പ്ലാന്റ് ഹോർമോൺ ആണ് ഇത് കോസ് ചെയ്യുന്നത്? ഓക്സിൻ ആണ്. ഓക്കെ. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ 1982 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? 1982 ഏഷ്യൻ ഗെയിംസ് വെയർ കണ്ടക്റ്റഡ് ന്യൂഡൽഹി, ഇന്ത്യ. ഇന്ത്യയിൽ 2 വട്ടമാണ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഒന്ന് 1982, അതും ന്യൂഡൽഹി, ഇന്ത്യ തന്നെയാണ്. ഫസ്റ്റ് വൺ നടന്നത് വാസ് ഇൻ 1951. ഓക്കെ. 1951 ഏഷ്യൻ ഗെയിംസും ഇന്ത്യയിലാണ് നടന്നത്. ഇന്ത്യയിൽ ന്യൂഡൽഹി തന്നെയാണ് 1951 നടന്നത്. ആൻഡ് ഓൾസോ 1982 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഏഷ്യാഡ് ഓഫ് 1982. ഏഷ്യാഡ് 1982 എന്ന് പറയുന്നത് തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് ഓഫ് 1982. അതിൽ ഇന്ത്യ എത്ര മെഡൽസ് വിൻ ചെയ്തു? ഇന്ത്യ വൺ 57 മെഡൽസ്. എത്ര മെഡൽസ് ആണ് ഇന്ത്യക്ക്? 57 മെഡൽസ്. അതിൽ 13 ഗോൾഡ് മെഡൽസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ 1982 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. അതിൽ ഇന്ത്യ 57 മെഡൽസ് ആണ് വിജയിക്കുന്നത്. ആൻഡ് അതിൽ എത്ര ഗോൾഡ് മെഡൽസ് വരുന്നുണ്ട്? 13 ഗോൾഡ് മെഡൽസ് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ കളർ ടെലിവിഷൻ, റൈറ്റ്? കളർ ടെലിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ കളർ ടെലിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 1982 ഏഷ്യൻ ഗെയിംസിന്റെ ടൈമിലാണ്. ഓക്കെ. 1982 ഏഷ്യൻ ഗെയിംസിന്റെ ടൈമിലാണ് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൗ മെനി വേദാസ് ആർ ദേർ? നമുക്ക് എത്ര വേദാസ് ഉണ്ട്? നമുക്കറിയാം 4 വേദാസ്. എത്ര വേദാസ് ആണ് നമുക്കുള്ളത്? 4 വേദാസ് ആണുള്ളത്. ആൻഡ് അത് ഏതൊക്കെയാണ്? ഋഗ്വേദ, സമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. നമുക്ക് എത്ര വേദാസ് ഉണ്ട്? 4 വേദാസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദ, സമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ഓക്കെ. ആൻഡ് ദ വേർഡ് വേദ മീൻസ് എന്താണ്? വേദ മീൻസ് നോളജ് ആണ്. ഓക്കെ. ചോദിക്കാറുണ്ട്. വേദ മീൻസ് നോളജ്. ഓക്കെ. വേദ എന്ന് പറയുന്നത് എന്താണ്? നോളജ് ആണ്. ആൻഡ് നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് വേദ, ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റ് വേദ ഏതാണ്? ഋഗ്വേദയാണ്. ഓക്കെ. ഏറ്റവും ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. ആൻഡ് ഋഗ്വേദ ഇൻക്ലൂഡ്സ് 10 മണ്ഡലാസ്. എത്ര മണ്ഡലാസ് ആണ് ഋഗ്വേദയിലുള്ളത്? 10 മണ്ഡലാസ് ആണ് ഋഗ്വേദയിലുള്ളത്. 10 മണ്ഡലാസ് ആണ്. ആൻഡ് ഓൾസോ 1028 സൂക്താസ്, ഹൈംസ് എന്ന് പറയുന്ന സൂക്താസ് ആണ്. എത്രയാണോ? 1028 സൂക്താസും 10 മണ്ഡലാസുമാണ് ഇതിലുള്ളത്? ഋഗ്വേദയിലുള്ളത്. ആൻഡ് ഗായത്രി മന്ത്ര, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗായത്രി മന്ത്ര ഏത് മണ്ഡലയിലാണ്? 3rd മണ്ഡല. ഗായത്രി മന്ത്ര ഇതിലെ 3rd മണ്ഡലയിലാണ് ഗായത്രി മന്ത്ര ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 10th മണ്ഡലയിലാണ് ഇത് പുരുഷ സൂക്ത ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 10th മണ്ഡലയിലാണ്. ഓക്കെ. 10th മണ്ഡലത്തിലാണ് പുരുഷ സൂക്ത ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ ദശരചന എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് 10 കിങ്സ് ആണ്. ഓക്കെ. ദശരചന എന്ന് പറയുന്ന ബാറ്റിൽ ഓഫ് 10 കിങ്സിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതിലാണ്? 7th മണ്ഡലം. ഓക്കെ. ഈ 3 മണ്ഡലയും ഈ 3 കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇപ്പൊ ദശരചന, അതായത് ബാറ്റിൽ ഓഫ് 10 കിങ്സ്, ഇത് ഏതിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? 7th മണ്ഡലയിലാണ്. ഓക്കെ. ദെൻ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദം ഏതാണ്? മ്യൂസിക്, മെലഡീസ് ആൻഡ് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദം ഏതാണ്? സമവേദ.
സമവേദയാണ്. അപ്പം മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? സമവേദ, മ്യൂസിക്. ഓക്കെ. ദെൻ യജുർവേദയിൽ എന്താണുള്ളത്? യജുർവേദയിൽ റിച്വൽസ്, സാക്രിഫൈസസ്, ഓക്കെ, സാക്രിഫിഷ്യൽ ഫോർമുലാസ്, ഓക്കെ, സാക്രിഫിഷ്യൽ ഫോർമുലാസും അതുപോലെ റിച്വൽസും ഒക്കെയാണ് ഇത് യജുർവേദ. ഓക്കെ, യജുർവേദ കുറച്ച് സാക്രിഫൈസും കുറച്ച് നെഗറ്റീവ് ആണെന്ന് ഓർത്തു. ഓക്കെ, യജുർവേദയിലാണ് എന്താ സാക്രിഫൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന. അപ്പോൾ ഏതിലാണ്? യജുർവേദയിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് അഥർവേദ? അഥർവവേദ എന്തിനാണ്? അഥർവവേദയിലാണ് മാജിക്കൽ ഫോർമുലാസ്, ഓക്കെ, മാജിക്കൽ ഫോർമുലാസ്, സ്പെൽസ്, ചാംസ്, മാജിക്കൽ ഫോർമുലാസ് ഒക്കെ വരുന്ന ഇതിലാണ്? അഥർവവേദയിലാണ്. ഓക്കെ, അഥർവവേദയിലാണ്. മാജിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? അഥർവവേദയിലാണ്. ഓക്കെ, ദെൻ നമുക്ക് 4 സബ് ഡിവിഷൻസ് കൂടി ഒന്ന് നോക്കാം. സബ് ഡിവിഷൻസ് ഓഫ് വേദ. വേദയ്ക്ക് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സംഹിത, ബ്രാഹ്മണ, ആരണ്യക ആൻഡ് ഉപനിഷത്ത്. ഇത് 4 എണ്ണമാണ് വേദയുടെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? സംഹിത, ബ്രാഹ്മണ, ആരണ്യക ആൻഡ് ഉപനിഷത്ത്. ഇതിൽ 4ലും എന്തൊക്കെയാണ് വരുന്നത് എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. എന്താണ്? സംഹിതയിൽ എന്താണ്? കളക്ഷൻ ഓഫ് ഹൈംസ് ആൻഡ് മന്ത്രാസ്. സംഹിതയിലും മന്ത്രാസും കളക്ഷൻ ഓഫ് ഹൈംസും ഒക്കെയാണ് ഇതിൽ വരുന്നത്, സംഹിതയിൽ വരുന്നത്. എന്നാൽ ബ്രാഹ്മണ എക്സ്പ്ലെയിൻസ് റിച്വൽസും സാക്രിഫൈസസും. ഓക്കെ, ബ്രാഹ്മണയിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ്. ബ്രാഹ്മണയിൽ വരുന്നത് റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ് ആണ്. ദെൻ ആരണ്യകത്തിലാണ്, ആരണ്യകയാണ് എന്ത്? ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അപ്പോൾ ആരണ്യക. ഓക്കെ, ആരണ്യകയാണ് ഫോറസ്റ്റ് ഡെല്ലേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ആരണ്യകയാണ്. ദെൻ ഉപനിഷത്ത്. ഉപനിഷത്തിലാണ് എന്താ? ഉപനിഷത്തിലാണ് ദ ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് വേദ. വേദയുടെ ഫിലോസഫിക്കൽ പാർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇതിലാണ്? ഉപനിഷത്തിലാണ്. ആൻഡ് ഉപനിഷത്ത് ഈസ് ഓൾസോ കോൾഡ് as വേദാന്ത. ഉപനിഷത്ത് ഈസ് ഓൾസോ കോൾഡ് as എന്ത്? വേദാന്ത. വേദാന്ത മീൻസ് എന്താണ്? എൻഡ് ഓഫ് വേദാസ്. വേദാന്ത മീൻസ് വേദങ്ങളുടെ എൻഡ് ഓഫ് വേദാസ് ആണ്. ആൻഡ് അത് ഏതിലാണ്? ഉപനിഷത്താണ്. ഓക്കെ, ഉപനിഷത്താണ്. വേദാന്ത എന്ന് പറയുന്നത് ഏതാണ്? ഉപനിഷത്താണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് PM ഫസൽ ബീമ യോജന, PMFBY. PM ഫസൽ ബീമ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ ആൻഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് ഇയറിൽ ഏത് മിനിസ്ട്രി എന്നാണ് PM ഫസൽ ബീമ യോജന, ഫസൽ PMFBY ഫസൽ ബീമ യോജന ലോഞ്ച് ചെയ്തത്? ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 2016. PM ഫസൽ ബീമ യോജന 2016ലാണ്. ആൻഡ് ഓൾസോ ബൈ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഓക്കെ, അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് ഏത്? ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ക്രോപ്പ് ഇൻഷുറൻസ് ടു ഫാമേഴ്സ് എഗൻസ്റ്റ് നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ, ക്രോപ്പ് ഇൻഷുറൻസ്, ഫാമേഴ്സിന് ക്രോപ്പ് ഇൻഷുറൻസ്, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോഴത്തേനും ക്രോപ്പിന് ഇൻഷുറൻസ് കൊടുക്കുന്നത് എന്താണ്? PM ഫസൽ ബീമ യോജന വഴിയാണ്. നമുക്ക് എങ്ങനെ ഓർക്കാം? ലൈക്ക് നമ്മുടെ ഭീമ ജുവലേഴ്സ് അറിയാലോ. അപ്പോൾ ഭീമ എന്താണ്? ക്രോപ്പിന് ഇൻഷുറൻസ്, ഫാമേഴ്സിന് ഇൻഷുറൻസ് കൊടുക്കുന്നു. ഓക്കെ, ഭീമ ഫാമേഴ്സിന് ഇൻഷുറൻസ് കൊടുക്കുന്നു, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ PM ഫസൽ ബീമ യോജന എന്താണ്? ഫാമേഴ്സിന് ക്രോപ്പ് ഇൻഷുറൻസ് നൽകുന്നത് ഏത് വഴിയാണ്? PM ഫസൽ ബീമ യോജന വഴിയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് PM ജനധൻ യോജന. ഇതാണ് PM ജനധൻ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ ആൻഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് ഇയറിൽ ഏത് മിനിസ്ട്രിയാണ് PM ജനധൻ യോജന ലോഞ്ച് ചെയ്തത്? ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 2014. അപ്പോൾ ഫസൽ ബീമ 2016ലായിരുന്നു. ജനധൻ യോജന അതിന് മുന്നെയാണ്. ഓക്കെ, 2014ലായിരുന്നു. ആൻഡ് ജനധൻ ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം ധൻ വരുന്നുണ്ട്. ഏത് മിനിസ്ട്രിയാണ്? ഫിനാൻസ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ജനധൻ യോജന ലോഞ്ച് ചെയ്യുന്നത്. And it was launched in 2014. Okay, it was launched in 2014. Then the next എന്ന് പറയുന്നത് PM കിസാൻ യോജന. PM കിസാൻ യോജന ഏത് ഇയറിലാണ്? PM കിസാൻ യോജന 2019. ഓക്കെ, അപ്പോൾ PM കിസാൻ യോജന, കിസാൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഫാമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ തന്നെ ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. 2019 PM കിസാൻ യോജന ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് PM കിസാന്റെ ഫുൾ നെയിം എന്താണ്? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഓക്കെ, കിസാൻ സമ്മാൻ നിധിയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ് എന്ത്? PM കിസാൻ യോജന. ആൻഡ് ഇതിൽ ഫാമേഴ്സിന് ഒരു ഇയറിൽ ടോട്ടലി 6,000 rupees കൊടുക്കുന്നുണ്ട്. ഏതാണ്? PM കിസാൻ യോജന വഴി ഫാമേഴ്സിന് ഒരു ഇയറിൽ ടോട്ടലി 6,000 rupees കൊടുക്കുന്നുണ്ട്. അത് 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. 2,000 rupees ഈച്ച് ആയിട്ടുള്ള 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ടോട്ടൽ എത്ര റുപ്പീസാണ്? 6,000 rupees ആണ് എന്ത് ഫാമേഴ്സിന് കൊടുക്കുന്നത്. അതാണ് ഇത് യോജനയിൽ വരുന്നത്? PM കിസാൻ യോജനയിൽ വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത്
ജൽ ജീവൻ മിഷൻ. ജൽ ജീവൻ മിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ ആൻഡ് ബൈ വിച്ച് മിനിസ്ട്രി? ജൽ ജീവൻ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആൻഡ് ഏത് മിനിസ്ട്രിയാണ്? ജൽ ശക്തി മിനിസ്ട്രി. ഏത് മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണ്. ആൻഡ് ഓൾസോ ജൽ ജീവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വാട്ടർ അല്ലെ, വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണ് ജൽ ജീവൻ മിഷൻ. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ലോഞ്ച് ഇൻ 2019. ഇതും 2019 തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു 2019 നമ്മുടെ PM കിസാൻ യോജനയും 2019 അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ, ജൽ ജീവൻ മിഷനും 2019 ബൈ ദ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി, ബൈ ദ മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണ്. ആൻഡ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ടാപ്പ് വാട്ടർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ്. എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിനും ടാപ്പ് വാട്ടർ എത്തിക്കുക എന്നതാണ് ജൽ ജീവൻ മിഷന്റെ എയിം എന്ന് പറയുന്നത്. അത് 2019 ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹർ ഘർ ജൽ മിഷൻ. ഓക്കെ, ഹർ ഘർ ജൽ മിഷൻ എന്ന് പറയുന്നതും ജൽ ജീവൻ മിഷനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഹർ ഘർ ജൽ മിഷൻ. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേലു ചരൺ മൊഹബത്ര ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡാൻസ് ഫോം? ഏത് ഡാൻസ് ഫോമുമായിട്ടാണ് കേലു ചരൺ മൊഹബത്ര റിലേറ്റഡ് ആയിട്ടുള്ളത്? ഒഡീസിയാണ്. ഓക്കെ, ഒരു ഒഡീസി ഡാൻസറാണ് ആര്? കേലു ചരൺ മൊഹബത്ര. ഓക്കെ, കേലു ചരൺ മൊഹബത്ര ആരാണ്? ഒരു ഒഡീസി ഡാൻസറാണ്. ഓക്കെ, ആൻഡ് മാലിക് മുഹമ്മദ് ജയ്സി, മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്നത് ഒരു സൂഫി പോയിറ്റ് ആണ്. ഓക്കെ, ഹീസ് എ സൂഫി പോയിറ്റ് ആണ് ആര്? മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ദി ഓത്തർ ഓഫ് പത്മാവത്. പത്മാവത് എഴുതിയത് ആരാണ്? മാലിക് മുഹമ്മദ് ജയ്സിയാണ്. മാലിക് മുഹമ്മദ് ജയ്സിയാണ് പത്മാവത് എഴുതിയത്. ആൻഡ് ഹീസ് എ സൂഫി പോയിറ്റ്. ആരാണ്? സൂഫി പോയിറ്റ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് രുക്മിണി ദേവി അരുന്തലി. ആരാണ്? രുക്മിണി ദേവി അരുന്തലി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡാൻസ് ഫോം? രുക്മിണി ദേവി ഏതാണ്? രുക്മിണി ദേവി നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, സൗത്തിലാണ്, റൈറ്റ്? രുക്മിണി ദേവി ഭരതനാട്യമാണ്. ഓക്കെ, രുക്മിണി ദേവി അരുന്താലി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റഡ് ആണ്? ഭരതനാട്യമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് ഷീ ഈസ് ദി ഫൗണ്ടർ ഓഫ് കലാക്ഷേത്ര ഫൗണ്ടേഷൻ. ചെന്നൈയിലെ കലാക്ഷേത്ര ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ് ആര്? രുക്മിണി ദേവി അരുന്താലി. ഓക്കെ, കലാക്ഷേത്ര ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ് ആര്? രുക്മിണി ദേവി അരുന്താലി. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുച്ചിപ്പിടി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? കുച്ചിപ്പിടി നമുക്കറിയാം ക്ലാസിക്കൽ ഡാൻസസിൽ ഒരെണ്ണമാണ്. ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? ആന്ധ്രാപ്രദേശ്. ഏത് സ്റ്റേറ്റ് ആണ്? ആന്ധ്രാപ്രദേശുമായിട്ടാണ് കുച്ചിപ്പുടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മണിപ്പൂരി ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് പേഴ്സണാലിറ്റീസ്? ഓക്കെ, മണിപ്പൂരി ഡാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 1-2 പേര് നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? ഗുരു ബിപിൻ സിംഗ്, മണിപ്പൂരി ഡാൻസർ ആണ് ആര്? ഗുരു ബിപിൻ സിംഗ്. ആൻഡ് ഓൾസോ ജാവേരി സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ജാവേരി സിസ്റ്റേഴ്സ് ഏത് ഡാൻസുമായിട്ടാണ് അപ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? മണിപ്പൂരി ഡാൻസ്. ഓക്കെ, ഇതുപോലെ നമ്മൾ വേറെ കുറച്ച് സിസ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൊഗാട്ട്. ഓക്കെ, ഫൊഗാട്ട് സിസ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഫൊഗാട്ട് സിസ്റ്റേഴ്സ്? ഫൊഗാട്ട് സിസ്റ്റേഴ്സ് റിലേറ്റഡ് ടു റെസ്ലിംഗ്. ഓക്കെ, റെസ്ലിംഗ് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? ഫൊഗാട്ട് സിസ്റ്റേഴ്സ് വരുന്നത്. നൗ ജാവേരി സിസ്റ്റേഴ്സ് വരുന്നത് മണിപ്പൂരി ഡാൻസ് ആണ്. ഓക്കെ, ആരൊക്കെയാണ് ജാവേരി സിസ്റ്റേഴ്സ്? നയന, രഞ്ജന, സുവർണ ആൻഡ് ദർശന. നയന, രഞ്ജന, സുവർണ ആൻഡ് ദർശന, ഇവർ 4 പേരുമാണ് ജാവേരി സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ റിലേറ്റഡ് ടു ഏത് ഡാൻസ് ഫോം ആണ്? മണിപ്പൂരി ഡാൻസ് ഫോം. ഓക്കെ, ആൻഡ് അതൊരു മണിപ്പൂരി ഡാൻസ് ഫോം ഇസ് എന്താ പറയുക, ഒരു ഡിവോഷണൽ ഡാൻസ് ഫോം ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ എന്താണ്? രാധാകൃഷ്ണ തീം. ഓക്കെ, രാധാകൃഷ്ണ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് ഇത് മണിപ്പൂരി ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ്? ഓക്കെ, ശ്രദ്ധിക്കുക, അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ചോദിച്ചേക്കുന്നത്. അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഡേ എന്നാണ്? 26 നവംബർ ഓഫ് 1949. 1949 26 നവംബർ 26 നവംബർ ഓഫ് 1949 എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഡേ സെലിബ്രേറ്റഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്ത ദിവസമാണ്. ഓക്കെ, എനാക്ട് ചെയ്ത ഡേ അല്ല, അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ 26 നവംബർ ഓഫ് 1949. ഇറ്റ്സ് ഓൾസോ ആണ് സംവിധാൻ ദിവസ്. ഓക്കെ, സംവിധാൻ ദിവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഓക്കെ, സംവിധാൻ ദിവസ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്? ഓക്കെ, അപ്പോൾ ഇത് എനാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് എന്നാണ്? നമുക്കറിയാം 26 ജാനുവരി ഓഫ് 1950. അഡോപ്റ്റ് ചെയ്യുന്നത് 26 നവംബർ ആൻഡ് എനാക്ട് ചെയ്യുന്നത് 26 ജാനുവരി ഓഫ് 1950. ആൻഡ് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ആസ് റിപ്പബ്ലിക് ഡേ.
ആൻഡ് ഈ ഡേ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ഈ ഡേറ്റ് നമ്മൾ 26 ജാനുവരി എന്ന ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ഇൻ 1930 നമ്മൾ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്ത ഡേ ആണ് 26 ജാനുവരി. ഓക്കെ, ഇന്ത്യൻസ് എന്താണ് 1930 പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്ത ഒരു ഡേ ആണ് എന്ത് 26 ജാനുവരി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ഈ ഒരു ദിവസത്തെ തന്നെ ചൂസ് ചെയ്തത് എന്ന് 26 ജാനുവരി ഓഫ് 1950. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ഫ്രെയിം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എത്ര നാൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഉണ്ടാക്കുന്നത്? 2 years 11 months and 18 days. എത്ര നാളാണ്? 2 years 11 months and 18 days കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് എത്ര നാൾ കൊണ്ടാണ്? 2 years 11 months and 18 days കൊണ്ടാണ് നമ്മളത് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്നാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ 9th December of 1946. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ആയതിനു ശേഷം നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് എന്നാണ്? 9th February of 1946 ആൻഡ് ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? BR അംബേദ്കർ. നമുക്കതറിയാം. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 2 years 11 months and 18 days കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെടുന്നത്. ആൻഡ് യെസ്, ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വേൾഡിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് നോക്കിക്കേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒറിജിനലി എത്ര ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്? 395 ആർട്ടിക്കിൾസ് ആയിരുന്നു. 395 ആർട്ടിക്കിൾസ് വിത്ത് 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. 8 ഷെഡ്യൂളും 22 പാർട്സും 395 ആർട്ടിക്കിൾസ്. എന്നാൽ നമുക്കിപ്പോൾ കറന്റ്ലി എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? 448 ആർട്ടിക്കിൾസ്. ഓക്കെ, ഇങ്ങനെ ഓരോ അമെൻമെന്റ്സ് വഴിയൊക്കെ നമുക്ക് ഓരോ ആർട്ടിക്കിൾസ് ആഡ് ആയി നമുക്കിപ്പോൾ എത്രയുണ്ട്? 448 ആർട്ടിക്കിൾസ് ആൻഡ് 25 പാർട്സ് വിത്ത് 12 ഷെഡ്യൂൾസ്. ഓക്കെ, ഇപ്പം നമുക്ക് 448 ആർട്ടിക്കിൾസ് വിത്ത് 25 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾസ് ആണ് നമുക്ക് ഇപ്പോൾ കറന്റ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വാസ് ദ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് അഡോപ്റ്റഡ്? നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്തത് ഒരേ ദിവസമാണ്. എന്നാണ്? 24 ജാനുവരി ഓഫ് 1950. 24 ജാനുവരി ഓഫ് 1950 നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് നമ്മുടെ നാഷണൽ ആന്തം ഏതാണ്? നാഷണൽ ആന്തം ജനഗണമനയാണ്. ആൻഡ് നാഷണൽ സോങ് ഇസ് വന്ദേ മാതരം. ഓക്കെ, ജനഗണമനയും നാഷണൽ സോങ് വന്ദേ മാതരവുമാണ്. ആൻഡ് നാഷണൽ ആന്തം ആരാണ് കമ്പോസ് ചെയ്തത്? രവീന്ദ്രനാഥ് ടാഗോർ. നമുക്കറിയാം നാഷണൽ ആന്തം കമ്പോസ് ചെയ്തതാരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അത് ബംഗാളി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിലാണ്? ബംഗാളി ലാംഗ്വേജിലാണ് എഴുതിയത്. ആൻഡ് എൻ്റെ പ്ലേയിങ് ടൈം, എൻ്റെ ഒരു ഓൾമോസ്റ്റ് ടൈം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 52 seconds. ഓക്കെ, 52 seconds. എത്ര സെക്കൻഡാണ്? 52 seconds ആണ് നാഷണൽ ആന്തത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ലാംഗ്വേജിലാണ് നാഷണൽ ആന്തം എഴുതുന്നത്. ദെൻ ദ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായാണ് നാഷണൽ സോങ് എഴുതുന്നത്. ആൻഡ് അത് ഏത് നോവലിൽ നിന്നിട്ടാണ് ഈ നാഷണൽ സോങ് എടുക്കുന്നത്? ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായയുടെ അനന്തമത്ത്. ഓക്കെ, അനന്തമത്ത് എന്ന് പറയുന്ന നോവലിൽ നിന്നിട്ടാണ് നമ്മൾ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം എടുക്കുന്നത്. ആൻഡ് അനന്തമത്ത് നോവൽ പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ്? 1882 ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായയുടെ അനന്തമത്ത് എന്ന് പറയുന്ന നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ഈ നോവലിൽ നിന്നാണ് നമ്മൾ നാഷണൽ സോങ് എടുക്കുന്നത്. എന്ന് പറയുന്നത് വെൻ വാസ് ദ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റഡ്? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഓൺ 22nd July of 1947. 22nd ജൂലൈയിലാണ് നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിസൈൻഡ് ബൈ പിംഗളി വെങ്കയ്യ. ആരാണ് ഡിസൈൻ ചെയ്തത്? പിംഗളി വെങ്കയ്യാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ആൻഡ് ദ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ട്രൈക്കളർ ഫ്ലാഗ് ആണ്. നമ്മുടെ ഫ്ലാഗ് നമുക്കറിയാം ഹൊറിസോണ്ടലി ട്രൈക്കളർ ആയിട്ടുള്ള ഫ്ലാഗ് ആണ്. റേഷ്യോ എത്രയാണ്? അതിൻ്റെ റേഷ്യോ 2:3. ഓക്കെ, അതിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. ഓക്കെ, ബ്രെഡ്ത്ത് ഈസ്റ്റ് ലെങ്ത് റേഷ്യോ എത്രയാണ്? 2:3 ആണ്. അതിൽ ടോപ്പിലുള്ളത് ഡീപ് സാഫ്രോൺ ഓർ കേസരി എന്ന് പറയുന്ന കളറാണ് അതിൻ്റെ ടോപ്പിലുള്ളത്. മിഡിലിൽ വരുന്നത് വൈറ്റ് ആൻഡ് ബോട്ടം വരുന്നത് ഏത് കളറാണ്? ഇന്ത്യൻ ഗ്രീൻ ആണ്. ഓക്കെ, ഇന്ത്യൻ ഗ്രീൻ ആണ് ബോട്ടം പാർട്ടിൽ വരുന്നത്. ആൻഡ് സെൻറ്ററിൽ നമുക്ക് നേവി ബ്ലൂ കളറിൽ അശോക ചക്ര വരുന്നുണ്ട് അല്ലേ? സെൻറ്റർ പാർട്ടിൽ നേവി ബ്ലൂ കളറിൽ അശോക ചക്ര വരുന്നുണ്ട്. ആൻഡ് അശോക ചക്രയിൽ എത്ര സ്പോക്സ് ഉണ്ട്? 24.
എത്ര സ്പോക്സ് ഉണ്ട് നമ്മുടെ അശോക ചക്രയിൽ? നമുക്ക് എത്ര സ്പോക്സ് വരുന്നുണ്ട്? ഇങ്ങനെ 24 സ്പോക്സ് ആണ് അശോക ചക്രയിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഈ 24 സ്പോക്സും ആക്ച്വലി നമ്മുടെ 24 ധർമ്മ എന്തിനെയാണ് കാണിക്കുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ 24 ധർമ്മയാണ് ഈ 24 സ്പോക്സും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ സീരീസിൻ്റെ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക്